Welcome to Polar Classes. Today we have 6th Standard Social Science. The Physiographic Diversity and Agriculture in Kerala. കേരളത്തിൻ്റെ ഭൂപ്രകൃതി വൈവിധ്യവും കൃഷിയും ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഭാഗം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്കൊരു വീഡിയോ കാണാം. വീഡിയോ അല്പസമയം ശ്രദ്ധിക്കുക. Kerala can be physiographically divided into 3. ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തിനെ 3ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? ഹൈലാൻഡ്, മിഡ്ലാൻഡ് ആൻഡ് ലോലാൻഡ്. മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെയാണ് കേരളത്തിന് ഭൂപ്രകൃതി അനുസരിച്ച് തിരിച്ചിരിക്കുന്നത്. The crops cultivated in each of these physiographic units have certain peculiar features. ഈ ഓരോ പ്രദേശങ്ങളിലും ഓരോ ഭൂവിഭാഗങ്ങളിലും ഉള്ള കൃഷികൾക്ക് അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. വൈവിധ്യമാർന്ന വിളകൾ കൃഷി ചെയ്യാൻ അനുയോജ്യമായ ഭൂപ്രകൃതിയാണ് ഈ സ്ഥലങ്ങളിൽ. Our physiography is suitable for the cultivation of variety of crops. നമുക്കിനി ആ മാപ്പ് ഒന്ന് കണ്ടാലോ? ഫിസിയോഗ്രഫിക് മാപ്പ് ഓഫ് കേരള, ഫിസിക്കൽ മാപ്പ് ഓഫ് കേരള. പ്ലീസ് വാച്ച് ഇറ്റ്. ഈ മാപ്പിൽ ബ്രൗൺ കളറിൽ കാണപ്പെടുന്ന ആ ഏരിയയാണ് ഹൈലാൻഡ് അല്ലെങ്കിൽ മലനാട്. അതിന് തൊട്ട് താഴെ കാണപ്പെടുന്ന ആ പച്ച നിറമുള്ള ഭാഗമാണ് മിഡ്ലാൻഡ് അല്ലെങ്കിൽ ഇടനാട്. ഏറ്റവും താഴെ കാണപ്പെടുന്ന ആ ഭാഗത്തിന് നമ്മൾ പറയുന്ന പേരാണ് ലോലാൻഡ് അല്ലെങ്കിൽ തീരപ്രദേശം. നമുക്കിന്ന് ഹൈലാൻഡിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ ഹൈലാൻഡിലെ കാലാവസ്ഥയാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. റെയിൻ, മിസ്റ്റ് ആൻഡ് കൂൾ വെതർ പ്രിവൈൽ ഇൻ അവർ ഈസ്റ്റേൺ ഹൈലാൻഡ്സ്. നമ്മുടെ കേരളത്തിൻ്റെ കിഴക്കൻ പ്രദേശങ്ങളായ മലനാട്ടിൽ മഴയും മഞ്ഞും തണുപ്പും വളരെ കൂടുതലാണ്. സമുദ്രനിരപ്പിൽ നിന്നും വളരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സഹ്യപർവ്വതനിരയുടെ ഭാഗമാണിത്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൻ്റെ ഈസ്റ്റേൺ ബൗണ്ടറി എന്ന് പറയുന്നത് സഹ്യ മൗണ്ടൻസ് ആണ്. നമ്മുടെ ഈസ്റ്റേൺ ബൗണ്ടറി ആണെങ്കിലും, അതായത് നമ്മുടെ കിഴക്കേ അതിർത്തിയാണ് സഹ്യപർവ്വതമെങ്കിലും അതിന് മറ്റൊരു പേര് കൂടിയുണ്ട്, പശ്ചിമഘട്ടം. എന്തുകൊണ്ടാണ് ഈ സഹ്യപർവ്വതത്തിനെ പശ്ചിമഘട്ടം എന്ന് വിളിക്കുന്നത്? നമ്മുടെ കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്താണ് സഹ്യപർവ്വതം സ്ഥിതി ചെയ്യുന്നതെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് ഈ സഹ്യപർവ്വതം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ പശ്ചിമഘട്ടം എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നത്. ദ സഹ്യ മൗണ്ടൻ ഈസ് നോൺ ആസ് വെസ്റ്റേൺ ഗട്ട്സ് ബിക്കോസ് ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ. ദെൻ ഇവിടെ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്ന സാധനങ്ങളെന്ന് പറയുന്നത് കാടമം ആൻഡ് ടീ. കാടമം, അതായത് ഏലം, തേയില തുടങ്ങിയവയാണ് ഇവിടെ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത്. ഈ വിളകൾക്ക് ആവശ്യമായ ഭൂമിശാസ്ത്ര ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ദ ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് റിക്വയർഡ് ഫോർ ദി കൾട്ടിവേഷൻ ഓഫ് കാടമം ആൻഡ് ടീ. ഏലം, തേയില തുടങ്ങിയവയുടെ കൃഷിക്ക് അനുയോജ്യമായ എന്ത് കാലാവസ്ഥ വിഭാഗങ്ങളാണ് നമുക്ക് നമ്മുടെ കിഴക്ക് ഭാഗത്ത്, അതായത് മലനാട്ടിൽ കാണപ്പെടുന്നതെന്ന് നോക്കാം. ടെമ്പറേച്ചർ ബിലോ 30 ഡിഗ്രി സെൽഷ്യസ്, അതായത് താപനില 30 ഡിഗ്രി സെൽഷ്യസിൽ താഴെയായിരിക്കും. അബൻഡൻ്റ് റെയിൻഫാൾ, ധാരാളമായി ലഭിക്കുന്ന മഴ. വെൽ ഡ്രെയിൻഡ് സോയിൽ, നീർവാഴ്ചയുള്ള മണ്ണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്തായ ഹൈലാൻഡിലെ കാലാവസ്ഥ വൈവിധ്യം. ടെമ്പറേച്ചർ ബിലോ ഡിഗ്രി സെൽഷ്യസ്, അബൻഡൻ്റ് റെയിൻഫാൾ, വെൽ ഡ്രെയിൻഡ് സോയിൽ. റൈറ്റ് അബൌട്ട് ദി physiographical features of or geographical factors that required for the cultivation of cardamom and tea. Temperature below 30 degree Celsius, abundant rainfall, well drained soil. അതായത് ഏലം, തേയില തുടങ്ങിയ വിളകളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഭൂമിശാസ്ത്ര ഘടകങ്ങൾ എന്തെല്ലാം? താപനില 30 ഡിഗ്രി സെൽഷ്യസിൽ താഴെയായിരിക്കണം. അതുപോലെ തന്നെ ധാരാളമായി ലഭിക്കുന്ന മഴ, നീർവാഴ്ചയുള്ള മണ്ണ്.
അപ്പം ഈ മലനാട് അല്ലെങ്കിൽ ഹൈലാൻഡിലെ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ചോദിച്ചാൽ നമ്മൾ ഇത് തന്നെയാണ് ആൻസർ എഴുതേണ്ടത്. റൈറ്റ് അബൌട്ട് ദ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ഹൈലാൻഡ്. ടെമ്പറേച്ചർ ബിലോ 30 ഡിഗ്രി സെൽഷ്യസ്, അബൻഡൻറ്റ് റെയിൻഫാൾ, വെൽ ഡ്രെയിൻഡ് സോയിൽ. അപ്പം മലനാട്ടിലെ ഭൂമിശാസ്ത്ര ഘടകങ്ങൾ എന്തെല്ലാം, അല്ലെങ്കിൽ ഭൂമിശാസ്ത്ര ഘടകങ്ങളെക്കുറിച്ച് നോട്ട് കുറിക്കുക എന്ന് ചോദിച്ചാൽ നമ്മൾ ഇതാണ് എഴുതേണ്ടത്. താപനില 30 ഡിഗ്രി സെൽഷ്യസിൽ താഴെ, ധാരാളമായി ലഭിക്കുന്ന മഴ, നീർവാർച്ചയുള്ള മണ്ണ്. ഇനി നമുക്ക് ഇവിടുത്തെ പ്രധാനപ്പെട്ട കൃഷി ഇനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏലം, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ തുടങ്ങിയ സുഗന്ധവിളകൾക്കും അതുപോലെ തന്നെ തേയില, കാപ്പി തുടങ്ങിയവയ്ക്കും അനുയോജ്യമായ കാലാവസ്ഥയാണ് മലനാട്ടിൽ ഉള്ളത്. ആ പിക്ചേഴ്സ് കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ടീ, കോഫി ആൻഡ് സ്പൈസസ് ലൈക്ക് കാഡമം ആ പ്ലാന്റും അതിൻ്റെ ആ സീഡും നോക്കിയേ. അതിനുശേഷം പെപ്പർ നമ്മുടെ നാട്ടിലെല്ലാം വളരെ സുപരിചിതമാണ്. പെപ്പർ, ജിഞ്ചർ നമുക്കറിയാം. അതുപോലെ തന്നെ ടർമറിക്. അപ്പോൾ ഈ വക ക്രോപ്സാണ് സാധാരണയായിട്ട് ഹൈലാൻഡിൽ കാണപ്പെടുന്നത്. എന്തൊക്കെയാണ്? ഏലം, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ തുടങ്ങിയ സ്പൈസസ് ഉണ്ട്. അതുകൂടാതെ തേയില, കാപ്പി ഇവയും ഇവിടെ കൃഷി ചെയ്യുന്നു. അപ്പോൾ മലനാട്ടിലെ പ്രധാനപ്പെട്ട കൃഷി ഇനങ്ങൾ എന്തൊക്കെയാണ്? സ്പൈസസ് ലൈക്ക് കാഡമം, പെപ്പർ, ജിഞ്ചർ ആൻഡ് ടർമറിക്, ദെൻ കോഫി ആൻഡ് ടീ. അപ്പോൾ ഇതാണ് ഹൈലാൻഡിലെ വെറൈറ്റി ഓഫ് ക്രോപ്സ്. അതുപോലെ തന്നെ ഈ ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്ന് ലഭിച്ച സുഗന്ധവിളകളുടെ പെരുമയാണ് കേരളത്തെ വിദേശികളുടെ പ്രിയപ്പെട്ട ഇടമാക്കിയതെന്നാണ് ചരിത്രം പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, കേരളത്തിൽ വന്ന ഒരുപാട് വിദേശികളുണ്ട്. നമ്മുടെ സുഗന്ധദ്രവ്യങ്ങളാൽ ആകർഷിക്കപ്പെട്ടാണ് പോർച്ചുഗീസുകാരായാലും അതുപോലെ തന്നെ ഡച്ചുകാർ, ഫ്രഞ്ചുകാർ, അറബികൾ തുടങ്ങി ഒരുപാട് വിദേശികൾ നമ്മുടെ കേരളം സന്ദർശിച്ചിട്ടുണ്ട്. ഇതിന് പ്രധാന കാരണം കേരളത്തിലെ സുഗന്ധദ്രവ്യങ്ങളാണ്. The changes in climate of Kerala and land use have affected the agricultural production in this region. എന്നാൽ നമ്മുടെ കാലാവസ്ഥയിലും ഭൂവിനിയോഗത്തിലും വന്ന മാറ്റങ്ങൾ ഈ മേഖലയിലെ കാർഷിക ഉൽപ്പാദനത്തെ വളരെയേറെ ബാധിച്ചിട്ടുണ്ട്. കാലാവസ്ഥയിൽ മാറ്റം വരാൻ പ്രധാനപ്പെട്ട കാരണം ഭൂവിനിയോഗത്തിൽ വന്ന മാറ്റങ്ങളാണ്. നമ്മൾ അശാസ്ത്രീയമായ രീതിയിൽ, അതായത് നോൺ സയൻറ്റിഫിക് മെത്തേഡിൽ ഭൂമി യൂട്ടിലൈസ് ചെയ്തു, ഭൂമി വിനിയോഗിച്ചു പല ആവശ്യങ്ങൾക്കും. അങ്ങനെ കാലാവസ്ഥയിൽ മാറ്റമുണ്ടായി. അപ്പോൾ ഈ കാലാവസ്ഥാ മാറ്റമാണ് പ്രധാനമായും നമ്മുടെ കാർഷിക മേഖലയെ തകിടം മറിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഇത്രയും പാർട്ടേ നമ്മൾ ഇന്ന് പഠിക്കുന്നുള്ളൂ. ഇതിനകത്തുനിന്ന് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദ ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് റിക്വയർഡ് ഫോർ ദി കൾട്ടിവേഷൻ ഓഫ് കാഡമം ആൻഡ് ടീ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. അതിൻ്റെ ആൻസർ ടെമ്പറേച്ചർ ബിലോ 30 ഡിഗ്രി സെൽഷ്യസ്, അബൻഡൻറ്റ് റെയിൻഫാൾ, വെൽ ഡ്രെയിൻഡ് സോയിൽ. പിന്നെ വാട്ട് ആർ ദ ക്രോപ്സ് കൾട്ടിവേറ്റഡ് ഇൻ ദി ഹൈലാൻഡിൽ അല്ലെങ്കിൽ മലനാട്ടിലെ പ്രധാനപ്പെട്ട കൃഷി ഇനങ്ങൾ എന്തെല്ലാം? ടീ, കോഫി ആൻഡ് സ്പൈസസ് ലൈക്ക് കാഡമം, പെപ്പർ, ജിഞ്ചർ ആൻഡ് ടർമറിക്. തേയില, കാപ്പി ഇവ കൂടാതെ സുഗന്ധദ്രവ്യങ്ങളായ ഏലം, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ തുടങ്ങിയവയാണ് മലനാട്ടിലെ പ്രധാനപ്പെട്ട കൃഷി ഇനങ്ങൾ. അപ്പോൾ ഈ നോട്ട്സും ഇതോടൊപ്പം തരുന്നുണ്ട്. ഓക്കെ.